ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ കാണുന്നത് വീട് പൂട്ടി ഇറങ്ങുന്നതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിന്ന് കോഴിക്കോട് ട്രിപ്പ്. യെസ്, ഞാൻ അമ്മ സായ്മനാണ് കുറേ ആയി ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യണത്. ഇന്നാണ് അത് പ്രാബല്യല്ലേ? അതെ, പ്രാബല്യത്തിൽ വരുന്നത്. എന്തായാലും നമ്മൾ നേരം വൈകിക്കണ്. യെസ് ഞാൻ ഇന്നലെ രാത്രി എത്തിയിട്ടുള്ളൂ. അതേ ബാഗായിട്ട് വീണ്ടും ഞാൻ പോകുന്നു. എനിക്കിതൊക്കെ തന്നെ പണി. റെസ്റ്റ് എടുക്കാൻ നേരമില്ല എനിക്ക്. ഞാൻ പോട്ടെ ഗൈസ്. ഏതാ പുതിയ കണ്ണട തിരിഞ്ഞ? സോ ഗൈസ്, അതും പറഞ്ഞ് ഞങ്ങൾ നേരെ ഓട്ടോയിൽ കയറിയിട്ട് നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്താൻ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉണ്ടാകുള്ളൂ. ഞാൻ സാധാരണ AC ബസ്സിൽ പോകാറില്ല കേട്ടോ. ഞാൻ സാധാരണ നോർമൽ KSRTCയിലേ പോകാറുള്ളൂ. ഇവർക്ക് രണ്ടാൾക്കാണ് AC ബസ് നല്ല ഇഷ്ടം കേട്ടോ. പക്ഷേ എനിക്ക് അത്രക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ സായ്മനും അമ്മയും നല്ല ഫ്രണ്ട് സീറ്റിലൊക്കെ ഇരുത്തി കൊടുത്ത് ഞാൻ തൊട്ട് ബാക്ക് സീറ്റിലിരിക്കുന്നുണ്ടോ. എനിക്ക് വിൻഡോ സീറ്റൊന്നും കിട്ടില്ല. അതിന് സങ്കടത്തിലാണ് ഞാൻ. പക്ഷേ സങ്കടമായാലും എന്തായാലും നമ്മൾ പാട്ട് കേട്ട് സന്തോഷിക്കും. ഞങ്ങൾ കോഴിക്കോട് എത്തി. ഞങ്ങൾക്ക് 1 മണിക്ക് അപ്പോൾ ഞങ്ങൾക്ക് 1 മണി വരുമ്പോൾ സമയം ടിക്കറ്റ് 11 മണിക്ക് ഇവിടെ എത്തിക്കുന്ന 10:40. കറക്റ്റല്ലേ? അതെല്ലാം കറക്റ്റായിട്ടാണ് എല്ലാം. കൈരളി എവിടെയാന്ന് ചോദിക്കണതെന്ന് വെച്ചാൽ അതിരടി സിനിമ കാണാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സിനിമ കണ്ടിട്ട് നേരെ പുറത്തിറങ്ങി. നേരെ ഫുഡ് തപ്പണ പരിപാടിയൊന്നും. ഞങ്ങൾ കോഴിക്കോട് കുറേ ഫുഡ് സ്പോട്ട് കേട്ടിക്കണെങ്കിലും അത് ഏത് ഭാഗത്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് നമുക്ക് റഹ്മത്തുക്ക് പോകാമെന്ന് പറഞ്ഞു. റഹ്മത്തുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ചുറ്റി റഹ്മത്തുക്ക് എത്തിച്ചു. അവസാനം അങ്ങനെ 2 മണി 2:30 കഴിക്കണം കേട്ടോ. റഹ്മത്തുക്ക് എത്തിയപ്പോൾ തന്നെ സായ്മോൻക്കാണെങ്കിൽ എന്തോ ഗ്യാസ് കയറിയിട്ടൊന്നും കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ ഓർഡർ ചെയ്യലും കഴിഞ്ഞു. അങ്ങനെ ഞാൻ നല്ലൊരു ബീഫ് ബിരിയാണി, മമ്മ നല്ലൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞു കേട്ടോ. ചിക്കൻ ബിരിയാണി പറഞ്ഞപ്പോൾ ടൈമൊന്ന് ലെഗ് പീസ് വീണു. അപ്പം എൻ്റെ മനസ്സ് ചെറുതായിട്ടൊന്ന് പതറി. കാരണം ലെഗ് പീസ് കണ്ടാൽ ഞാൻ അവിടെ വീഴും. പക്ഷെ പിന്നെ ബീഫ് ബിരിയാണി ആയ കാരണം കൊണ്ട് അവിടെയും ഞാൻ വീഴും. കനക്ക് ബീഫ് ബിരിയാണി നല്ല ഇഷ്ടമാണ്. അവിടുത്തെ ബിരിയാണി ഇതേപോലെ തന്നെ ഭയങ്കര വാവ് അങ്ങനെയല്ല, കഴിക്കുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂം കണ്ടെത്തിയിട്ട് നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാണ്ടല്ലോ. സാധാരണ നമ്മളൊക്കെ മൂത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാ കാര്യം ഫില്ല് ചെയ്യേണ്ടി വരാം. ഇത് മമ്മുള്ള കാര്യം കൂടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. മമ്മനെ എല്ലാം ഫില്ല് ചെയ്ത് തരും. ഈ ഫോം ഫില്ല് ചെയ്യാനൊക്കെ പറയുമ്പോൾ എനിക്കൊരു ഫോബിയ പോലെയാണ്. കാരണം എനിക്കത് പേടിയാണ്. തെറ്റും, എൻ്റെ കൈയക്ഷരം ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെയാണ് ആലോചിച്ചിട്ടോ. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ റൂം തുറന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് റിസോർട്ടല്ല, ഒരു ഹോട്ടൽ റൂമാണ് കേട്ടോ. ഞങ്ങൾക്ക് ബീച്ചിൻ്റെ അടുത്ത് റൂം വേണമെന്ന് പറഞ്ഞ കാരണം കൂടി ഞങ്ങൾ തപ്പി കണ്ടെത്തി ഉണ്ടാക്കിയതാണ്. കാരണം അതാണല്ലോ കുറച്ചും കൂടി സുഖം ഉണ്ടാവുക. ഞങ്ങൾക്ക് ബീച്ചിക്ക് നടന്നു പോയാൽ മതിയല്ലോ. അപ്പം അതുകൊണ്ടാണ് ഈ ഹോട്ടൽ റൂം എടുത്ത്. അല്ലെങ്കിൽ ഞങ്ങൾ റിസോർട്ടൊക്കെ എടുത്ത് പൊളിച്ചിരുന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി നീറ്റിക്കുകയാണ് കേട്ടോ. അതാ അമ്മ, ഞങ്ങൾ ഉറങ്ങി നീറ്റിക്കുകയാണ്. ഉറങ്ങണേൻ്റെ ഒരു ക്ഷീണം കാരണം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും കാട്ടിയിട്ടില്ല, ഉറങ്ങിയിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഉറങ്ങി നീട്ടി ഞങ്ങൾ ബീച്ചിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ സായ്മോനോട് മമ്മ ഒരു ട്രൗസർ എടുത്തിടാൻ പറഞ്ഞു. എൻ്റെ അനിയനാണെങ്കിൽ ലേശം പരിഷ്കാരി ആയതുകൊണ്ട് ട്രൗസർ ഒന്നും ഇടില്ല കുട്ടി. എന്നിട്ട് മമ്മൻ്റെ അറിയാത്ത ബെൽറ്റാ ഊരി കൊടുത്തിക്കണത്. ബെൽറ്റ് കൊണ്ടുവന്നോട് വെച്ചപ്പോ പറയണേ അത് വല്ല വള്ളി എടുത്ത് കെട്ടിക്കൊണ്ടത്. ഏത് വള്ളി? അപ്പൊ അമ്മക്ക് അറിയാല് വള്ളിയില്ല. ഓ ഉസാർ. ഇനി ഞങ്ങൾ കോഴിക്കോട് കറങ്ങാൻ വേണ്ടി പോകട്ടോ. കോഴിക്കോട് കറങ്ങാനല്ല, കോഴിക്കോട് ബീച്ചിലോട്ട് പോവുകയാണ്. കാരണം അവിടെ പുതിയ ഏതൊക്കെ ഷോപ്പുകൾ ഇങ്ങനെ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് നിന്ന് അപ്പോഴൊന്നും പോയിട്ടില്ല കേട്ടോ. കുറേ ആയി കോഴിക്കോട് വന്നിട്ട്. മിഠായി തെരുവിക്കായിട്ട് അന്ന് വന്ന കേട്ടോ. അപ്പോൾ കോഴിക്കോട് ബീച്ചൊക്കെ ഒന്ന് കാണാൻ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോൾ നല്ലൊരു കാലാവസ്ഥ, ഒരു മഴ ഒക്കെ പെയ്യാൻ നിൽക്കണ ഏകദേശം ഒരു കാലാവസ്ഥ കേട്ടോ. അതിനിടെ കൂടെ മമ്മ അങ്ങനെ ചെറിയ കുട്ടികളെ പോലെ. ഗൈസ്, സാധാരണ കുട്ടികളാണ് അത് വേണം ഇത് വേണം മറ്റേ വേണം മറിച്ചത് വേണമെന്ന് പറയാറ്. ഇവിടെ തള്ള ഒരു ചോദ്യം തരുന്നില്ല. കുറച്ച് നേരമായി ഓരോ ആൾക്കാർ ഗൈസ് ഓരോന്ന് കഴിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോഴാണെങ്കിൽ ഒന്നും വാങ്ങിച്ചു തരില്ല. ഇവിടാണ് കംപ്ലീറ്റ് ഫുഡിൻ്റെ ചിലവ്. ഞാൻ റൂം മറ്റേ ട്രാൻസ്പോർട്ടേഷന് അതൊക്കെ എൻ്റെ ചിലവ്. ഫുഡ് ഓളാണ്. അപ്പോൾ നമ്മൾ ഇതിന് മൂക്കിലോടെ കാണിക്കുന്നത് എങ്ങനെ വിൽക്കും. അപ്പോൾ ഓളെ ഫുഡ് വാങ്ങിച്ചാൽ പറയുമ്പോൾ ഓൾക്കൊരു ഇത് ഫുഡ് നമ്മൾ കുറച്ച് നേരം വന്നിരുന്നതിന് കുറച്ച് കഴിഞ്ഞില്ല ഫുഡ് കഴിക്കുന്നത്. അതല്ല, വന്ന് നടക്കുമ്പോൾ തന്നെ അത് സൺസെറ്റ് ഫുഡില്ലാതെ നമ്മൾ സൺസെറ്റ് കണ്ടു കഴിഞ്ഞിട്ട് ഓ പറയുന്നത് അമ്മേ സോറി, ക്യാമറ തെറ്റിദ്ധരിച്ചു പോയി. ഇതാണെങ്കിൽ ആക്ച്വലി ഓന്റെ സന്തോഷത്തിനാണ് ഞങ്ങൾ വന്നത്. കല്യാണോ 22
ഇത് നമ്മൾ ബീച്ചിൽ നിന്ന് പരിചയപ്പെട്ട ഒരു കുട്ടിയാണ് കേട്ടോ. ഓള് പറയാ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ദിവസം 2000 രൂപ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ എന്തിനാ പഠിക്കണമെന്ന്. അത് കേട്ടപ്പോൾ ഇന്നുമോൾക്കൊരു ഇളക്കം. ആ ശരിയാണല്ലോ, എത്ര കാലം ഞാൻ വെറുതെ പഠിച്ചല്ലോ എന്ന്. 22 കേട്ടോ. ആ 5-10 വയസ്സിലൊക്കെ അവർ നാട്ടിൽ കല്യാണം കഴിക്കും അത്ര. ഞങ്ങൾ കോഴിക്കോടുകാരല്ല. സേമൻ കമാൻപട്ടിക്ക് വിട്ടപ്പട്ടെ ഇട്ടാണ്ട് പൊട്ടണം, കളിയല്ല. അതായത് ചവിട്ടിയ പൊട്ടിഞ്ഞ് ഇട്ടാപ്പൊട്ടി വാങ്ങിച്ചിട്ടാ പൊട്ടുന്നില്ല. നമ്മളിവിടെ ബീച്ചിൽ വന്നപ്പോൾ ഇവിടെ നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ടിനെ കണ്ടിട്ടില്ലേ, കേക്കൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിച്ചു നോക്കി ഞാൻ റിവ്യൂ പറഞ്ഞായിരുന്നു. അങ്ങനെ റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു സോഫ്റ്റി ക്രീമി ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ. കഴിക്കുമ്പോൾ തന്നെ നമുക്ക് അലിഞ്ഞു പോണ സംഭവം ഉണ്ടാവുമല്ലോ. എനിക്ക് നോർമലി അങ്ങനെ കേക്ക് ഭയങ്കര മധുരമുള്ള കേക്കൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഇത് ഭയങ്കര മധുരമല്ല, നല്ല എക്സാക്റ്റ് മധുരമായിട്ട് നല്ല രസമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ മധുരം കഴിച്ചാൽ എരിവ് കഴിക്കണം, എരിവ് കഴിച്ചാൽ മധുരം കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ മധുരം കഴിച്ച് സ്ഥിതിക്ക് ഒരു എരിവ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പൈനാപ്പിൾ ഉപ്പിലിട്ട് പഠിക്കാൻ പോയതാണ് കേട്ടോ. കുറേ ആയി പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഞാൻ കഴിച്ചിട്ട്. കാരണം പെരുന്തമണ്ണ ഉണ്ടായിരുന്ന സമയത്ത് ഞാനിവിടെ സ്റ്റാൻഡിൽ പോയിട്ട് മറ്റേ പൈനാപ്പിൾ ഉപ്പിലിട്ട് കഴിച്ചിരുന്നു. ഇവിടെ വന്നിട്ട് പിന്നെ അതിനൊന്നും വകയില്ലല്ലോ. അതിനുശേഷം പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കാടമുട്ട മസാല, പിന്നെ കല്ലുമ്മക്കായ നിറച്ചത്, കല്ലുമ്മക്കായ നിറച്ചത് ഉണ്ടായിരുന്നു, പിന്നെ കൂന്തൽ നിറച്ചത് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ കബാബ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ചിക്കൻ കബാബ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കബാബ് അടിപൊളി. നമ്മൾ ചിക്കൻ സാധാരണ കബാബ് എങ്ങനെയാണ് അതുപോലെ തന്നെയല്ല, അതിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ കൂന്തൽ നിറച്ചത് ഞാൻ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നൊന്ന് കഴിച്ചോക്കാന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷെ മേടിച്ച് കഴിച്ച് നോക്കിയപ്പോൾ നല്ല എരിവ്, എനിക്ക് അത്രക്കും കണ്ട് എരിവ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ബാക്കി കുഴപ്പമില്ല, നല്ല എരിവ് ഉണ്ടെന്നുള്ളൂ. പിന്നെ എനിക്ക് കാടമുട്ട മസാല നല്ല ഇഷ്ടമായ കാരണം കൊണ്ട് അത് ഞാൻ ഫുള്ള് കഴിച്ച് തീർത്തു കേട്ടോ. ഗൈസ്, അങ്ങനെ ഇന്നലെ ബീച്ചിൽ പോയി വന്നപ്പോൾ പിന്നെ ആർക്കും ബോധം ഉണ്ടായിരുന്നില്ല. എനിക്കാണ് ആദ്യം ബോധം ഉണ്ടാവായിരുന്നത്. അവിടെ ഞാൻ കിടന്നുറങ്ങി. ബാക്കി എല്ലാവരും എന്തൊക്കെ ഫുഡ് മേടിച്ച് കഴിച്ചതാണ്. ഇതൊരു കേട്ടറിവ് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമ്മളിനി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. നമ്മൾ ഇട്ട അവർ നൈറ്റ് വെയറിൽ തന്നെ പോകണം കേട്ടോ. പക്ഷേ ലിപ്സ്റ്റിക്ക് ഇട്ടിക്കണം, കാരണം ആരും അറിയരുതല്ലോ കുളിച്ചിട്ടില്ല നനച്ചിട്ടില്ലാന്ന്. സത്യം പറഞ്ഞാൽ പല്ല് പോലും തേക്കാതെ ഞാൻ പോകണം കേട്ടോ. വേറെ ആർക്കും അറിയില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോട്ടെ. കോംപ്ലിമെൻ്ററി എന്ന് കേൾക്കുമ്പോൾ അപ്പോൾ എനിക്ക് ലോഞ്ച് ഓർമ്മ വരുന്നത്. കാരണം ലോഞ്ചിൽ റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസും ബാക്കി കോംപ്ലിമെൻ്ററി ആണ് ബൊഫേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണ് പോട്ടെ, ഫുഡ് കഴിക്കാൻ പ്രത്യേകിച്ച് പറയാമല്ല. ഞങ്ങളെ സ്ഥലം എത്തി ഗായ്സ്. ആദ്യം തന്നെ നമ്മൾ കൈ വാഷ് ചെയ്യണം. എനിക്ക് ശീലമൊന്നുമില്ല, പിന്നെ ഇവരിവിടെ വന്ന സ്ഥിതിക്ക് എടാ നമ്മളെ പല്ല് വെച്ചിട്ടില്ലടാ. എന്താടാ എന്തത്, കുളി കഴിഞ്ഞോ? അപ്പോൾ സായ്മോൻ കുറച്ച് കോൺഫ്ലാക്സ് എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ മോർണിംഗത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനും എടുക്കാം, ഞാനും കോൺഫ്ലാക്സ് കഴിക്കാം, കുറച്ച് പരിഷ്കാരമാവാന്ന് വിചാരിച്ച് ഞാനും കോൺഫ്ലാക്സ് എടുത്തു കേട്ടോ. അങ്ങനെ എനിക്ക് ഓൾറെഡി കോൺഫ്ലാക്സ് നല്ല ഇഷ്ടമാണ്. കോൺഫ്ലാക്സിന് വെറുതെ രാവിലെ കഴിക്കാൻ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഞാൻ മേടിച്ച് വെച്ചിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഞാനങ്ങനെ കെലോക്സ് കഴിക്കാമെന്ന് വിചാരിച്ച് കെലോക്സ് ഉണ്ടാക്കിയതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ അവിടെ വെച്ച് നിർത്തിയില്ല, കാരണം നമുക്ക് അവിടെ വെച്ച് നിർത്തിയാൽ നമ്മളെ വയറിന് പണി കിട്ടും, വിശക്കാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരു ഇടിയപ്പം ഒരു പൂരിയും മേടിച്ചു, കുറച്ച് വെജിറ്റബിളും മേടിച്ചു, കുറച്ച് ചെന്നൈ മസാല അങ്ങനെ എന്തോ ചെയ്യുന്നു കേട്ടോ, അതും മേടിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ അത് കഴിക്കുമ്പോൾ മറ്റൊരു കൂടി വേണം. ഓന് വേണ്ടാന്ന് പറഞ്ഞ് നിന്ന ആളാണ്, പക്ഷേ പാത്രത്തിൽ കണ്ടപ്പോൾ ഓനക്ക് വേണം. ഗൈസ്, അപ്പം ഇനി ഫുഡിന് ശേഷമുള്ള അടുത്ത കലാപരിപാടി എൻ്റെ മമ്മിക്ക് പ്രമോഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രൊമോഷൻ ചെയ്യാൻ മീൻസ് ഇത് മമ്മി ഷിഗായ വീണ്ടും റീലോഞ്ച് ചെയ്ത കാരണം കൊണ്ട് ഒരുപാട് പുതിയ പുതിയ ഡ്രസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ വലിയ ബിസിനസ് മൈൻഡ് ആയിക്കണം, തരില്ല എന്നൊക്കെ. പണ്ടൊക്കെ തരുന്നൊക്കെ പറഞ്ഞിരുന്നു. ഡാഷ് കളറുമാണ്, നല്ല രസമുണ്ട്. ഇത് ശരിക്കും ഓർഗൻസിൻ്റെ ഷാളാട്ടോ, പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് ബലമുള്ള ഓർഗൻസിൻ്റെ ഷാളാക്കാറ്, പക്ഷെ അല്ല നല്ല രസമുണ്ട്. ഞാൻ തരുമോ ചോദിച്ചിട്ട് മമ്മ തരില്ല. ഇപ്പോൾ ഞാൻ മിക്കവാറും പൈസക്ക് മേടിക്കേണ്ടി വരും. പാർട്ട്ണറുള്ള കാരണം കൊണ്ട് തരില്ല. മറ്റേ നമുക്ക് തീരുമാനമെടുത്താൽ മതി, അത് പാർട്ട്ണറോട് കൂടി ചോദിക്കണല്ലോ, അത് കാരണം കൊണ്ട് തരില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ബിസിയാണ്, പക്ഷെ ഞാൻ മമ്മനോടുള്ളൊരു സ്നേഹം കാരണം കൊണ്ട് പരസ്യം ചെയ്തു തരാമെന്ന്. ഗൈസ് നമുക്ക് പരസ്യം ചെയ്തിട്ട് വരാം. ഗൈസ് ഞങ്ങളെ വീഡിയോ എടുപ്പം അങ്ങനെ കഴിഞ്ഞു.
ഒരു റിസോർട്ടിൽ വന്ന ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ആകെ കിട്ടിയത് ഈ ഒരു സ്ഥലം മാത്രമാണ്. സോറി, റിസോർട്ടിലെ ഹോട്ടൽ റൂമാണ്. അപ്പോൾ കണ്ടോ എൻ്റെ മമ്മി കണ്ടോ, ഞാനും മമ്മിയും ഞാൻ കുറച്ചേ വേർക്കുള്ളൂ കേട്ടോ. കാരണം എനിക്ക് കൊച്ചിത്തെ ചൂട് തട്ടിയിട്ട് ഇതൊന്നും ചൂടല്ലാതെ ഇക്കടി എനിക്ക്. പക്ഷെ എൻ്റെ മമ്മ വേർത്ത് പണ്ടാറടങ്ങിക്ക് നല്ല വേർക്കുന്നുണ്ട്. ഞാനിത് വേർക്കാൻ പഠിച്ചിട്ടില്ലല്ലോ, ഭയങ്കര ചൂട് ആണ്. എനിക്കത്ര ചൂടില്ല, എനിക്കെപ്പോഴും തണുപ്പാണ്. കുറച്ച് ചൂടെടുത്ത് വരുന്നുണ്ട്. കാരണം ഈ കോസ്റ്റ്യൂമിൻ്റെ ഒരു ക്ലോത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ എല്ലാ ക്ലോത്തും പറ്റില്ല. എനിക്ക് നല്ല പ്യുവർ കോട്ടണൊക്കെ ആയാലുള്ളൂ വേർക്കാതിരിക്കുക. മറ്റെല്ലാ ക്ലോത്തായാലും ഞാൻ വേർക്കും. പക്ഷെ എന്നാലും ഞാൻ അധികം വേർത്തിട്ടില്ല. എൻ്റെ റൂമിലാണെങ്കിൽ എൻ്റെ അനിയന് അവൻ്റെ സെക്യൂരിറ്റിക്ക് അത്ര സേഫ്റ്റിക്ക് ദേ ഇവൻ്റെ സേഫ്റ്റിക്ക് നിനക്ക് എന്തോന്ന് സേഫ്റ്റി. ഗൈസ് അങ്ങനെ വരവും കഴിഞ്ഞു പോക്കും കഴിഞ്ഞു. ഞാൻ പോവാണ് ഗൈസ്. കണ്ടോ ലഗേജ് ഒക്കെ എൻ്റെ തുളത്താണ്. ഞാൻ വേണം ലഗേജ് പൊക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ വേറെ കുപ്പായം, ഇപ്പോൾ ഞാൻ ടീഷർട്ട് പാൻറ്റ് ഇടുന്നത് കുറച്ച് കംഫർട്ടബിൾ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. കണ്ടൊക്കെ പൊക്കാനുള്ളതല്ലേ. സോ ബൈ ഗൈസ്. മമ്മ സ്റ്റെപ്പിലും ഞങ്ങൾ ലിഫ്റ്റിലും. ബൈ പറ ബൈ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗായ്സ്. ഇതിപ്പോൾ വന്നതും പോയതും ഞാൻ അറിയണില്ല കേട്ടോ. അതാണ് അവസ്ഥ. കാരണം ഞാൻ കോഴിക്കോടേക്ക് പോവാലോ വെച്ചൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇരിക്കുന്നു. അത് വന്ന് കോഴിക്കോട് കാണലും പോവലും കഴിഞ്ഞു. അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്കൊന്നും ചിന്തിച്ചിട്ടില്ല, രണ്ടോ കുന്തം കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ 2 മണിക്കത്തെ ബസ്സാണ് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ മമ്മയ്ക്ക് AC ബസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 11:15 ബസ് ബുക്ക് ചെയ്ത് നേരത്തെ കാലത്ത് പോന്നിട്ട് വീട്ടിൽ കുറച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരത്തെ കാലത്ത് പോന്നപ്പോൾ തന്നെ നല്ല, ഞാൻ പറയില്ലേ 11:15 പോകുന്ന കാരണം കൊണ്ട് 1-2 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നല്ല വിശക്കുണ്ടായിരുന്നു. വിശന്നപ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് ഞാൻ ചട്ടിച്ചോറിൻ്റെ മേടിച്ചു. മമ്മ മീൽസ് ചെയ്യുന്നു. സായ്മോനെ നല്ല ബീഫ് ബിരിയാണി മേടിച്ചു കേട്ടോ. എനിക്ക് ചട്ടിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്ന് അറിയുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയുണ്ടാവും. ഞാൻ എവിടെയെങ്കിലും പോയാൽ അപ്പോൾ ചട്ടിച്ചോറുണ്ടോ എന്ന് അന്വേഷിക്കും. എനിക്ക് ബിരിയാണി പോലെയാണ് ഈ ചട്ടിച്ചോറ് ഞാൻ അതുപോലെ തന്നെ നല്ല ക്ലീനാക്കി കഴിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ പകുതി കഴിക്കാതിരിക്കുക അങ്ങനെ ചെയ്യട്ടെ, എല്ലാം ഞാൻ കഴിക്കുകയും ചെയ്യും. കാരണം എനിക്ക് മുട്ട, മീൻ, ചിക്കൻ അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരും അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലാത്ത ആളാട്ടോ. ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ചട്ടിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ നല്ല വിശാലമായി കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് വന്നതിൽ നമുക്ക് അവിടെ ചുറ്റോറിനാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഞണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിച്ചോറിൽ കാണുന്നത്. പക്ഷേ ഞണ്ട് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് കൂന്തൽ കൂട്ടി പിടിക്കാമെന്ന് വിചാരിച്ചു. കൂന്തൽ കൂട്ടിയിട്ട് പിടിച്ചപ്പോൾ എന്താ ടേസ്റ്റ് അറിയോ, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഞാൻ മസാലയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്, ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്, പിന്നെ വേറെ സ്ഥലത്തു നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിച്ചോറ് ഇന്നും ഒരു വീക്ക്നെസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ. ഈ കൂടിയാടാ കുറ്റി പിന്നെ അടുത്ത നമ്മൾ പായസം. ഞാൻ ചട്ടിച്ചോറിന് കൂടെ പായസം കിട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ചട്ടിച്ചോറിന് കൂടെ പായസം കിട്ടി. ആ പായസം നമ്മൾ ആ ഇലയൊക്കെ ഇട്ടിട്ട് അതിൽ തന്നെ അങ്ങനെ കോരി കുടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അടിപൊളി. അങ്ങനെ ഫുഡേക്കെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പുറത്ത് പെരും മഴ. അപ്പോൾ ഞങ്ങൾ എന്താക്കി ഓട്ടോ വേഗം ബുക്ക് ചെയ്ത് ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത്. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നല്ല പുതപ്പെടുത്ത് റൂമിൽ ചെന്ന് കട്ടുമ്മ കിടന്ന് പുതച്ച് സുഖമായി കിടന്ന് ഉറങ്ങായി കിടക്കും. ഒറ്റ മഴ ഉണ്ട് ഇവിടെ ഇറങ്ങി നോക്കി. ഞാൻ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇത്രയും വലിയ മഴ ഇന്നാണ് കേട്ടോ കാണുന്നത്. ഞാൻ 2 ദിവസത്തിനാണ് വരാറ്. പക്ഷേ അങ്ങനെ വരുമ്പോഴൊന്നും ഞാൻ ഇത്ര വലിയ മഴ കാണാറില്ല. അന്നാണ് ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് മഴ കാരണം കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം മടിയായി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗൈസ് ടാറ്റ ബൈ ബൈ, സീ യു.